ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, വേവിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തോല് കളഞ്ഞിട്ട് നമ്മളൊന്ന് കഴുകിയെടുത്ത് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് ഇപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണം മാറട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇനിയാണ് നമ്മൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊരു 1/2 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ഞാനിപ്പോൾ 1/2 കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറട്ടെ. നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് ചൂടാറരുത്, പക്ഷെ നമുക്ക് കുഴക്കാൻ പറ്റുന്ന രീതിയിൽ ആവുമ്പോൾ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്ക് കുഴക്കാൻ പറ്റുന്ന ഒരു ചൂടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. നല്ല രീതിയിൽ ഒന്ന് കുഴച്ചു കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു ബോളാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് കുഴച്ചു കൊടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. 2 സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാനിൽ കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓയിൽ നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രം നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഈ ഒരു അളവിൽ ഇതുപോലെയുള്ള ഒരു 14 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ കറിവേപ്പിലയുടെയും മല്ലിയിലയും ഗരം മസാല എല്ലാം കൂടെ കൂടിയിട്ടുള്ള നല്ലൊരു മണം വരുന്നുണ്ട്. അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക്. പിന്നെ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഇതുപോലെ സ്നാക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർ എന്തായാലും കഴിച്ചോളും. അപ്പൊ നമ്മുടെ സ്നാക്ക് ഒരു ട്രിപ്പ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ അടുത്ത ട്രിപ്പും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.